ഹായ് ഹലോ, ഇന്ന് നമുക്ക് വെജ് കാത്തി റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ ഇവിടെ ആദ്യം തന്നെ പൊട്ടറ്റോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. 10-15 മിനിറ്റ് എടുത്താൽ ഇതിങ്ങനെ ഫ്രൈ ആയി കിട്ടും. അങ്ങനെ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക. കുറച്ച് ഉപ്പ് വെതറി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പനീർ ആവശ്യമുണ്ട്. 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് യോഗേർട്ട് ഇട്ട് കൊടുക്കുക, 1 സ്പൂണ്. പിന്നെ കുറച്ച് കസൂരി മീത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം മിക്സായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു 1/2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇത് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. അതും ഒരു 10 മിനിറ്റ് സമയം പനീർ ഒന്ന് ബോയിലാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നമുക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചപ്പാത്തി മിക്സാണ് ആവശ്യം. ചപ്പാത്തി ഞാൻ മൈദ വെച്ചിട്ടാണ് ചെയ്തത്. കുറച്ച് പാലും മൈദയും ഉപ്പും ഇതാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് മാവ് കുഴച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം ഒരു വലിയ റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കണം, കാരണം നമുക്ക് റോളായിട്ട് ചുറ്റിയെടുക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ ഇത്ര വലുപ്പത്തിലാണ് ഇപ്പോൾ പരത്തിയെടുക്കുന്നത്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു തവയിൽ ചൂടാക്കണം നന്നായിട്ട്. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് നമുക്ക് നല്ലൊരു കളറിലൊക്കെ കിട്ടുള്ളൂ. നല്ല ചൂടായപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നല്ല നൈസായിട്ട് തന്നെയാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. പാലാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അത്. അങ്ങനെ അപ്പോൾ ഇതെല്ലാം 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് 2 സൈഡും ഇതേപോലെ മറിച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതൊരു വേറെ പാനിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുതിന ചട്നി ചേർത്ത് കൊടുക്കുകയാണ്. പുതിന ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. പുതിനയും മല്ലിയിലയും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ളൊരു ചട്നിയാണിത്. കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് പിന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. കുറച്ച് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് ഗാർലിക്, ഒരു 3 പോഡ് ഗാർലിക്, പോഡ് കംപ്ലീറ്റ് വേണ്ട, 3 ചെറിയ ഗാർലിക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്നിയാണിത്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസിൻ്റെ ഒരു ലിക്വിഡാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യൂല ചട്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത പോലെ എല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് തന്നെ നമുക്കിനി റോളാക്കി എടുക്കണം. അങ്ങനെ ഒരു 2 സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു ഡിന്നറായിട്ടോ നമുക്ക് ഈവനിങ് ആയിട്ട് കഴിക്കാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇത്. അങ്ങനെ ഇനി ഞാനിതിപ്പോൾ റോളാക്കി എടുക്കുകയാണ്. ഇതേപോലെ റോളാക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടി പോവില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ മയോണൈസ് ചേർക്കുന്നില്ല, കെച്ചപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മയോണൈസ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ഇപ്പോൾ കെച്ചപ്പ് ഞാൻ അത്യാവശ്യം ഒരു 1 സ്പൂണോളം. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ താഴെ നിന്ന് റോൾ ചെയ്യുകയാണ്. അങ്ങനെ 2 സൈഡും റോൾ ചെയ്ത് ഇതേപോലെ ഇങ്ങനെ മടക്കി എടുക്കണം, കാരണം പൊട്ടിപ്പോകാൻ പാടില്ല. എന്നിട്ട് നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവറും കൂടെ ചെയ്താൽ നല്ല ഈ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ ഈസി ആയിരിക്കും. അപ്പം ഇനി ഞാൻ അതേപോലെ ചെറിയൊരു പീസ് അലൂമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് റോൾ ചെയ്തെടുക്കാം.
പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനെങ്കിൽ ഇത് കൊടുത്തു വിടാൻ ഈസി ആയിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.